മലപ്പുറം ജില്ലയിലെ എടവണ്ണ, ഒതായി എന്നീ മേഖലകൾ പൊതുവിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളൊക്കെ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു. എത്രത്തോളം എന്നാൽ എടവണ്ണയിലെ മഹല്ല് ജുമാ മസ്ജിദ് പോലും മുജാഹിദ് KNM വിഭാഗത്തിൻ്റേതാണ്. അതായത് എടവണ്ണയിൽ മഹല്ല് പള്ളി സുന്നികൾക്കില്ല. അത്രത്തോളം മുജാഹിദ് സ്വാധീനമുള്ള മേഖലയാണ് ഒതായി, എടവണ്ണ എന്നിവ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഒരുപാട് സുല്ലമികളുള്ള, ഒരുപാട് ജാമിയ നദുവയിൽ നിന്ന് പഠനം കഴിഞ്ഞ, അഥവാ എടവണ്ണയിലെ നദുവി കോളേജിൽ നിന്ന് ശരീഅത്ത് പഠനം കഴിഞ്ഞ ഒരുപാട് മൗലവിമാരുള്ള നാടാണ് ഒതായി, എടവണ്ണ. അതിൽ ഒരുപാട് സുല്ലമികൾ, തലതിരിഞ്ഞ മാനസിക രോഗികളുമുണ്ട്. അതായത് എന്തൊക്കെയോ മനോവിഭ്രാന്തിയുള്ള സുല്ലമികൾ അക്കൂട്ടത്തിലുണ്ട്. അത്തരമൊരു ഒതായിക്കാരനായ സുല്ലമിയുടെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചാണകക്കുഴിയിൽ വീണ ഒരു സുല്ലമി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇങ്ങനെയാണ്: ഞാൻ പാലക്കാട് ജില്ല മുതൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് മുതൽ മംഗലാപുരം വരെയുള്ള വിവിധ മേഖലകളിലെ സലഫി പള്ളികളിൽ ജുമഅക്ക് ഖുതുബ ചെയ്ത ആളാണ്. അത്രയും വലിയ ഈ ഞാൻ BJP എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് കയറി വന്നിരിക്കുന്നു. ഇനിയാണ് കേൾക്കേണ്ടത്. അത് എന്തുകൊണ്ടാണെന്നോ? ആ കാരണം കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിവരക്കേട്, അദ്ദേഹത്തിൻ്റെ വിഡ്ഢിത്വം. ഈ സുല്ലമി വെറും കുളത്തിലെ അല്ലെങ്കിൽ കിണറ്റിലെ തവളയായിരുന്നു എന്ന് ബോധ്യപ്പെടുക. ഒരുപക്ഷെ നിങ്ങളൊക്കെ ആ വീഡിയോ അല്ലെങ്കിൽ ആ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാകും. BJP സംഘടിപ്പിച്ചൊരു സ്റ്റേജിൽ കയറിയാണ് അദ്ദേഹം ഇതൊക്കെ പുലമ്പുന്നത്. അദ്ദേഹം ഉന്നയിച്ച കാര്യം ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം. അതായത് അദ്ദേഹത്തിൻ്റെ മാതാവോ മറ്റ് വീട്ടിലെ ആരോ ഒരാൾ വലിയ മാറാരോഗിയായി കിടപ്പുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്ന് വാങ്ങാൻ ഒരു മാസം 7500 രൂപ വേണം. സ്വാഭാവികമായി വല്ലവർക്കും അത് പ്രയാസമായിരിക്കും. അതിസമ്പന്നർക്കല്ലാതെ മറ്റെല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. അത്രയും വലിയ തുക ഓരോ മാസവും ചിലവഴിക്കുക എന്നുള്ളത് വലിയ പ്രയാസകരം തന്നെയാണ്. അങ്ങനെ ഓരോ മാസവും 7500 രൂപയുടെ മരുന്ന് വാങ്ങി മാതാവിന് കൊടുക്കുന്ന ഘട്ടത്തിലാണ് ഒരിക്കൽ അദ്ദേഹം ജൻ ഔഷധി എന്നൊരു പേരിൽ ഇന്ത്യയിൽ വ്യാപകമായി നിൽക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പ്, ശങ്കല, അതായത് ഒരു ഫാർമസി വിഭാഗത്തെ അദ്ദേഹം മനസ്സിലാക്കിയത്. ആരോ അദ്ദേഹത്തിന് ആ വഴി കാണിച്ചു കൊടുത്തു. അവിടെ പോയി ഈ ലിസ്റ്റിലുള്ള ഈ ഡോക്ടർ എഴുതിയ ഇതേ മരുന്ന് അവിടെ പോയി വാങ്ങിയപ്പോൾ 7500 രൂപക്ക് വാങ്ങുന്ന മരുന്ന്, മെഡിസിൻ വെറും തുച്ഛമായ 900 രൂപക്ക് അദ്ദേഹത്തിന് ലഭ്യമായി. ആ ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പിൻ്റെ മുകളിൽ പേരിനോടുകൂടെ നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ ഫോട്ടോയുമുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം മോദിക്ക് സ്തുതി നൽകി. കാരണം മോദി ഉള്ളതുകൊണ്ടാണ്, BJP ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ 7500 രൂപക്ക് അദ്ദേഹം വാങ്ങുന്ന മരുന്ന് വെറും 900 രൂപക്ക് ലഭ്യമായത്. അദ്ദേഹം ഉടൻ തന്നെ അള്ളാഹുവിന് നന്ദി പറയാതെ പകരം മോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ നന്ദിയുടെ ഒരു പ്രകടനം എന്ന നിലയ്ക്ക് BJPയിൽ അംഗത്വമെടുത്തു. ഒരു മുജാഹിദ് BJP പ്രവർത്തകനായി. ആ പാവം പുള്ളിക്ക് സത്യമറിയില്ല, ചരിത്രം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പുള്ളി മനസ്സിലാക്കിയത് ഈ ജൻ ഔഷധി ഫാർമസിയുടെ മുകളിൽ പേരിൻ്റെ കൂടെ മോദിയുടെ ഫോട്ടോ കണ്ടപ്പോൾ അത് മോദിയുടെ സംഭാവനയായിട്ട് ഇന്ത്യയിൽ തുടങ്ങിയതാണ് എന്നാണ് പുള്ളി മനസ്സിലാക്കിയത്. ആ വിവരം പറഞ്ഞ കൊച്ചു സുല്ലമിക്ക് ഗൂഗിൾ പോലെ ഏതെങ്കിലും ഒരു സോഴ്സ് മുഖേന ഒന്ന് സെർച്ച് ചെയ്താൽ സത്യം മനസ്സിലാകുമായിരുന്നു. ഈ ജൻ ഔഷധി തുടക്കം കുറിച്ചത് മോദിയല്ല. 2008 ഇത് ലോഞ്ച് ചെയ്തത്. 2008 ആരാണ് ഇന്ത്യയുടെ PM? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ സത്യത്തിൽ മൻമോഹൻ സിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു നയമാണ് ജൻ ഔഷധി. പക്ഷേ അഹംഭാവമില്ലാത്ത മൻമോഹൻ സിംഗ് തൻ്റെ പേരിൻ്റെ കൂടെ അല്ലെങ്കിൽ തൻ്റെ പേരോ തൻ്റെ ഫോട്ടോയോ അവിടെ ചേർക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ജൻ ഔഷധിയുടെ യഥാർത്ഥ
പിതാവ് ആരാണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും മനസ്സിലാവും 2008 നവംബറിലാണിത് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി മോദി തുച്ഛമായ വിലക്ക് നമുക്ക് മരുന്ന് നൽകുന്നു എന്ന പേരിൽ അദ്ദേഹം BJPയിലേക്ക് പ്രവേശിച്ചത് തനി വിഡ്ഢിത്തമാണ്. അദ്ദേഹത്തിന് ഏത് രാഷ്ട്രീയ പാർട്ടികളിലേക്കും പ്രവേശിക്കാം. BJP ആകട്ടെ മറ്റേത് പ്രസ്ഥാനമാകട്ടെ നമുക്ക് തടസ്സമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കാരണം ബോധിപ്പിക്കലാണ് അദ്ദേഹത്തിൻ്റെ വിഡ്ഢിത്തത്തെ വിളിച്ചോതുന്നത്. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സുല്ലമി നേതാക്കന്മാരിൽ ഇത്രത്തോളം വലിയ വിഡ്ഢികളും പള്ളികളിൽ സലഫി പള്ളികളിൽ ഖുതുബ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ സുല്ലമിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ജൻ ഔഷധി എന്നാൽ എന്താണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു മരുന്ന് കമ്പനി ഏതെങ്കിലും ഒരു മരുന്ന് വികസിപ്പിച്ചെടുത്താൽ അത് 20 വർഷം വരെ അവർ മാത്രമാണ് അതിൻ്റെ ബ്രാൻഡ് ചെയ്യുക. അത് കോപ്പിയടിച്ച് മറ്റുള്ളവർക്ക് ഉൽപ്പാദിക്കാൻ മാർക്കറ്റ് ചെയ്യാൻ ഉള്ള അധികാരമില്ല. എന്നാൽ 20 വർഷം കഴിഞ്ഞ ശേഷം ആർക്കും തന്നെ അതേ കണ്ടന്റ് ഉപയോഗിച്ച് തത്തുല്യമായ മരുന്ന് നിർമ്മിക്കുകയും അത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അത്തരം മരുന്നുകൾക്കാണ് ജനറിക് മെഡിസിൻ എന്ന് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ 2008 മുമ്പ് തന്നെ ലോകത്തെ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യ അടക്കം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ജനറിക് മെഡിസിൻ പതിവുണ്ട്. അതായത് നിങ്ങൾക്ക് ഡോക്ടർ ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ മെഡിസിൻ എഴുതിയാൽ ആ ബ്രാൻഡഡ് കമ്പനിയുടെ മെഡിസിന് ഒരു ഗുളികയ്ക്ക് 50 രൂപയാണ് വിലയെങ്കിൽ അതേ തത്തുല്യ കണ്ടന്റുള്ള മരുന്ന് 20 വർഷം കഴിഞ്ഞാൽ ആർക്കും നിർമ്മിക്കാം. അവരത് കേവലം 10 രൂപയ്ക്ക് നിർമ്മിച്ച് വിൽക്കും. അതിനുള്ള ലീഗലായ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് അത് നിയമവിരുദ്ധവുമല്ല. അത്തരം മെഡിസിനാണ് ജനറിക് മെഡിസിൻ. ഇതെല്ലാ മെഡിക്കൽ ഷോപ്പിലും ലഭ്യവുമാണ്. അതുകൊണ്ട് ഈ ജനറിക് മെഡിസിൻ എന്നുള്ളത് ഇന്ത്യയിലെ ജനൌഷധി മാത്രം നൽകുന്ന ഒരു സംഭവമല്ല. പക്ഷേ മൻമോഹൻ സിംഗ് ചെയ്തത് ഇത്തരം ജനറിക് മെഡിസിന് പ്രത്യേകം ഒരു കമ്പനി സ്ഥാപിതമായി എന്നുള്ളതാണ്. അതുകൊണ്ട് ജനറിക് മെഡിസിൻ അഥവാ ജനൌഷധി എന്നുള്ളത് ഏതോ ഒരു പ്രധാനമന്ത്രിയുടെ, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ ഒരു വരദാനമാണ്, ഒരു മഹാ അനുഗ്രഹമാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇത്തരം ജനറിക് മെഡിസിൻസ് ലഭ്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ചാണകക്കുഴിയിൽ വീഴാൻ താല്പര്യമുള്ള സുല്ലമികൾക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു.